ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലേൺ വൈസിന്റെ പുതിയൊരു ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇക്കോണമി 1700 to 2000 എന്നുള്ള ആ ഒരു പേപ്പറിന്റെ ആദ്യത്തെ ക്ലാസ്സിലേക്കാണ് കടക്കുന്നത്. നമ്മളൊരു ഇൻട്രൊഡക്ടറി സെക്ഷൻ കഴിഞ്ഞു, പക്ഷെ യൂണിറ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പൊ അതിന്റെ ആദ്യത്തെ ക്ലാസ് ആണ്. ഈ ഒരു പുതിയ പേപ്പർ തുടങ്ങാനായിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ നമുക്ക് നേരിട്ട് നമ്മുടെ യൂണിറ്റിന്റെ ഡിസ്കഷൻസിലേക്ക് പോകാം. ആദ്യത്തെ യൂണിറ്റിന്റെ ടൈറ്റിൽ ദ 18th സെഞ്ച്വറി ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ളതാണ്. അതായത് നമ്മുടെ പേപ്പറിന്റെ ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ആദ്യത്തെ യൂണിറ്റ്. അതായത് നമ്മുടെ പേപ്പർ തുടങ്ങുന്നത് 1700 ആ ഒരു ടൈം പീരീഡിലാണല്ലോ. അപ്പൊ ആ ഒരു ടൈം പീരീഡിന്റെ, അതായത് 18th സെഞ്ച്വറി എന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്ന ആ ഒരു ടൈം പീരീഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അത് ഇന്ത്യൻ ഇക്കോണമിക്ക് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ഡിഫറെന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മോസ്റ്റ്ലി ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്നത്. നമ്മളിപ്പോ 18th സെഞ്ച്വറി എന്നുള്ള ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ടേമിനെ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ വേൾഡ് ഹിസ്റ്ററിയിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കടന്നു വരുന്ന കുഞ്ഞു കുഞ്ഞു ഇൻസിഡൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് ഓർത്ത് വെക്കൂ. ഇപ്പൊ എന്നോട് ചോദിക്കുവാണെങ്കിൽ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് റെവല്യൂഷൻസ് നടക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വരുന്നുണ്ട്, നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷൻ ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് അഡ്വാൻസ്മെന്റ്സും ഒക്കെ നടക്കുന്ന ഒരു സെഞ്ച്വറിയാണ് 18th സെഞ്ച്വറി. ഇനി ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ മുഗൾ എംപയറിന്റെ ആ ഒരു ഡിക്ലൈൻ നടക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ഒരു ഡോമിനേഷൻ വരുന്ന ഒരു സമയം കൂടെയാണ്. പ്ലാസി യുദ്ധമൊക്കെ അതൊക്കെ നിർണായകമായിട്ട് സംഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് 18th സെഞ്ച്വറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രം എടുത്തു നോക്കിയാലും ഇന്ത്യയുടെ ഇക്കോണമി എടുത്തു നോക്കിയാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നൂറ്റാണ്ടാണ് 18th സെഞ്ച്വറി എന്നുള്ളത്. നമുക്കിനി ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകാം. നമുക്കതിന്റെ ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു വാതിൽ എന്ന് പറയുന്ന പോലെ ഒരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനെ കുറിച്ചൊരു സമ്മറി മാത്രമാണ് ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഓൾറെഡി സംസാരിച്ച പോലെ 18th സെഞ്ച്വറിയിലെ നിർണായകമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടുള്ള മുഗൾ എംപയറിന്റെ ഡിക്ലൈൻ ആണ് നമ്മൾ പഠിക്കുന്നത്. The decline of the Mughal Empire due to external threats and internal instability. നമുക്കറിയാം മുഗൾ എംപയറിന്റെ ആ ഒരു നാശത്തിന്, അല്ലെങ്കിൽ ആ ഒരു മുഗൾ എംപയറിന്റെ ഡിക്ലൈനിന് ഒരുപാട് സംഭവങ്ങൾ കാരണമായിട്ടുണ്ട്. അതിലിപ്പോ ഇന്റേണൽ ഇൻസ്റ്റബിലിറ്റി വരും. അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജാഗിർദാരി ക്രൈസിസും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഇഷ്യൂസും നോബൽസ് തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളും പവറിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾസും, അങ്ങനെ ആ ഒരു എംപയറിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാരണം മുഗൾ എംപയർ നശിച്ചു പോകുന്നു നമ്മൾ കാണും. അതിന്റെ ഒപ്പം തന്നെ എക്സ്റ്റേണൽ ത്രെറ്റ്സും ഉണ്ട്. പുറത്തു നിന്നുള്ള ഒരുപാട് പ്രഷറുകൾ വരുന്നുണ്ട്, വെല്ലുവിളികൾ വരുന്നുണ്ട്. മറാത്താസിന്റെ റെയ്ഡും അവരുടെ ചാലഞ്ചസും ഒക്കെ ഈ ഒരു മുഗൾ എംപയറിന്റെ ഡിക്ലൈനിന് കാരണമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അപ്പൊ മുഗൾ എംപയറിന്റെ ഡിക്ലൈൻ എങ്ങനെയാണ് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഒരു വഴിത്തിരിവായിട്ടുള്ളത്, അതിലൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി മുഗൾ എംപയറിന്റെ ഡിക്ലൈന് ശേഷം വന്നിട്ടുള്ള മറ്റൊരു മാറ്റമാണ് റീജിയണൽ സ്റ്റേറ്റ്സിന്റെ ഉയർന്നു വരവ് എന്നുള്ളത്. റൈസ് ഓഫ് റീജിയണൽ സ്റ്റേറ്റ് സിസ്റ്റംസ്. എമർജൻസ് ഓഫ് റീജിയണൽ സ്റ്റേറ്റ് സച്ച് എസ് നവാബ്സ് ഓഫ് അവധ്. അവധിലെ നവാബ്സ് ഉയർന്നു വരുന്നുണ്ട്, ബംഗാളിലെ നിസാമത്ത് ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ മറാത്ത കോൺഫെഡറസി ഒന്നും കൂടി ശക്തി പ്രാപിച്ച് ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ ഒരു എംപയറിൽ നിന്ന് റീജിയണൽ സ്റ്റേറ്റ് സിസ്റ്റത്തിലേക്കുള്ള ഒരു മാറ്റം കൂടി ഈ ഒരു സെഞ്ച്വറിയിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഫോറിൻ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഈ ഒരു നൂറ്റാണ്ടിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ട്രാൻസിഷൻ ഫ്രം എ ട്രേഡിംഗ് കമ്പനി, ഒരു വ്യവസായ കമ്പനി, ഒരു ട്രേഡ് നടത്തുന്ന ഒരു കമ്പനി എന്നുള്ള അതിന്റെ റോളിൽ നിന്ന് ഈ ചേഞ്ച് ടു എ പൊളിറ്റിക്കൽ പവർ, ഒരു പൊളിറ്റിക്കൽ പവർ ആയിട്ട്, രാഷ്ട്രീയ അധികാരമായിട്ട്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റോളിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കടന്നു വരുന്നത് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിലുടനീളം ഈ ഒരു തീമിന്റെ തന്നെ ഒരു കോർ എന്ന് പറയുന്നത് ഹിസ്റ്റോറിയോഗ്രാഫി പഠിക്കുക എന്നുള്ളതാണ്. അതായത് 18th സെഞ്ച്വറിയുടെ വരുന്ന മാറ്റങ്ങളെ നമ്മൾ ഹിസ്റ്റോറിയൻസ് എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ ഹിസ്റ്റോറിയൻസിന്റെ ഇടയിലുള്ള ഡിബേറ്റുകൾ, അവരുടെ ഇടയിലുള്ള അവരുടെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ ഒരു പേപ്പറിലും പഠിച്ചു പോകുന്നുണ്ട്.
ഇപ്പൊ ഇവരുടെ ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ ഡിബേറ്റ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ അത് ഡിഫറെന്റ് ഇഷ്യൂസിന്റെ ബേസിസിലാണ്. ഇപ്പൊ മുഗൾ എംപയറിന്റെ ഡിക്ലൈനെ കുറിച്ച് ഡിഫറെന്റ് ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ ഡിബേറ്റ്സ് വരുന്നുണ്ട്. റീജിയണൽ സ്റ്റേറ്റ് സിസ്റ്റത്തിന്റെ നേച്ചറിനെ സംബന്ധിച്ച ഡിബേറ്റ്സ് വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ദ റീസൺസ് ഫോർ ദ കമ്പനീസ് ട്രാൻസിഷൻ. കമ്പനി ഒരു വ്യവസായ സ്ഥാപനം എന്നുള്ളതിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ പവർ ആയിട്ട് മാറിയതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്. അതിനൊപ്പം തന്നെ കൊളോണിയലിസത്തിന്റെ റൂട്ട്, കൊളോണിയലിസത്തിന്റെ വേരുകൾ എവിടെയാണ് നമ്മൾ ചെന്ന് തപ്പേണ്ടത്. അതിന്റെ ഒപ്പം തന്നെ ഈ ഒരു കമ്പനി റൂളിന്റെ ഇമ്പാക്ട്സ്, അതിന്റെ അതുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഹിസ്റ്റോറിയൻസിന്റെ ഇടയിൽ ഡിബേറ്റ്സ് നടക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഡിബേറ്റ്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിബേറ്റ്സും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ തൊട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിന്റെ കോർ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു സബ് ടൈറ്റിൽസിലേക്ക് പോകാം. ദ 18th സെഞ്ചുറി സാലിയന്റ് ഫീച്ചേഴ്സ്. നമ്മൾ 18th സെഞ്ചുറി ആ ഒരു കോണ്ടെക്സ്റ്റ് പഠിക്കുവാണല്ലോ. അപ്പൊ 18th സെഞ്ചുറിയുടെ 18ാം നൂറ്റാണ്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. മൂന്ന് പ്രത്യേകതകളാണ് ഉള്ളത്. ആദ്യത്തെ എന്ന് പറയുന്ന രണ്ട് രീതിയിലുള്ള ട്രാൻസിഷൻ നടക്കുന്ന, രണ്ട് രീതിയിലുള്ള മാറ്റങ്ങൾ നടക്കുന്ന ഒരു സെഞ്ചുറിയാണ് 18th സെഞ്ചുറി എന്നുള്ളതാണ്. The 18th century witnessed the transition from Mughal Empire to regional states. ആദ്യത്തെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് മുഗൾ എംപയർ, ഒരു എംപയറിൽ നിന്ന് കുഞ്ഞു പ്രാദേശികമായിട്ട് നിലനിൽക്കുന്ന സ്റ്റേറ്റ്സിലേക്ക്, രാജ്യങ്ങളിലേക്കുള്ള ഒരു മാറ്റം നടക്കുന്നുണ്ട്. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് റീജിയണൽ സ്റ്റേറ്റ്സിൽ നിന്ന് കമ്പനി റൂളിലേക്കുള്ള ഒരു മാറ്റം. അങ്ങനെ രണ്ട് മാറ്റങ്ങളുടെ സെഞ്ചുറി ആയിട്ട് നമുക്ക് 18th സെഞ്ചുറിനെ കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് 18th സെഞ്ചുറി ഒരു ലോങ് സെഞ്ചുറിയാണ്. ലോങ് എന്ന് പറയുന്നത് കൊട്ടേഷനിലാണ് ഇട്ടിരിക്കുന്നത്. ലോങ് എന്നുള്ളതിന്റെ ഉദ്ദേശം, അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഒരു കലണ്ടർ എടുത്ത് നോക്കുവാണെങ്കിൽ 18th സെഞ്ചുറി എന്ന് പറയുന്നത് 1700 ആ ഒരു സമയത്ത് തുടങ്ങിയിട്ടുള്ള ആ ഒരു കാലമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. ഒരു കലണ്ടറിന്റെ ആ ഒരു രൂപം ഫോളോ ചെയ്യുവാണെങ്കിൽ. എന്നാൽ നമ്മൾ പൊളിറ്റിക്സും അതിന്റെ ആ ഒരു എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും എടുത്തു നോക്കുവാണെങ്കിൽ 18th സെഞ്ചുറി ഈ ഒരു 100 വർഷത്തെക്കാൾ വലുതായിട്ട് നിൽക്കുന്ന ആ ഒരു എക്കണോമിക് പെർസ്പെക്റ്റീവും പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവും എടുത്തു നോക്കുവാണെങ്കിൽ ഈ ഒരു 100 വർഷത്തെ കവിഞ്ഞു നിൽക്കുന്ന ഒരു സെഞ്ചുറി ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. The political and economic dynamics of 18th century also encompasses the late 17th and early 19th century. അതായത് 17th സെഞ്ചുറിയുടെ അവസാന ആ ഒരു ദശകങ്ങളിലും 19th സെഞ്ചുറിയുടെ ആ ഒരു തുടക്കത്തിലെ ഒരു വർഷങ്ങളും കൂടി ചേരുന്നതാണ് പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് പെർസ്പെക്റ്റീവിൽ 18th സെഞ്ചുറി. പൊളിറ്റിക്കൽ ഡൈനാമിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ ഡൈനാമിക്സിന്റെ ആ ഒരു ചേഞ്ച് വരാനായിട്ട് തുടങ്ങുന്നത് 1880 ആ ഒരു സമയങ്ങളിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് പിന്നീട് 1820 വരെ തുടർന്നു പോകുന്നുണ്ട്. ഇനി ഇക്കണോമിക് ആയിട്ടുള്ള വ്യവസ്ഥകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കമ്പനി ഭരണം വന്നപ്പോൾ ഒരു പെട്ടെന്നൊരു മാറ്റം വന്നു, അങ്ങനെ ഒരു സംഭവം അല്ല ഉണ്ടായിട്ടുള്ളത്. കമ്പനി ഭരണം വന്നതിന് ശേഷവും റീജിയണൽ ആയിട്ടുള്ള ഇക്കണോമിക് ഫീച്ചേഴ്സ് അവിടെ നിലനിന്ന് പോകുന്നുണ്ട്. ആ ഒരു ഇക്കണോമിക് ഗ്രോത്ത് അപ്പോഴും അവിടെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ 18th സെഞ്ചുറി എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു 100 വർഷത്തിന്റെ കണക്ക് മാത്രമല്ല, അതിന് അപ്പുറത്തുള്ള കാര്യങ്ങളും അതിന് ശേഷം വരുന്ന കാര്യങ്ങളും, അതായത് ലേറ്റ് 17th സെഞ്ചുറി മുതൽ ഏർലി 19th സെഞ്ചുറി വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ സെഞ്ചുറി ആയിട്ടാണ് ഹിസ്റ്റോറിക്കലി, ചരിത്രപരമായിട്ട് നമ്മൾ 18th സെഞ്ചുറിനെ കാണുന്നത്. ഇനി മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഗ്ലോബൽ ഇക്കണോമിക് ഇന്റഗ്രേഷൻ. അതായത് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത് ഗ്ലോബൽ സാമ്പത്തിക വ്യവസ്ഥ, മൊത്തത്തിലുള്ള ഒരു എന്താ പറയാ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥ, ഒരു ഇക്കണോമിക് ഒരു സാമ്പത്തിക രീതികളോട് ഇന്റഗ്രേറ്റഡ് ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയായിട്ട് മാറുന്നത് നമ്മൾ ഈ ഒരു സമയത്ത് കാണും. ഇന്ത്യസ് ഇക്കോണമി വാസ് ഇൻക്രീസിംഗ്ലി ഇന്റഗ്രേറ്റഡ് ഇൻ ദ ഗ്ലോബൽ എക്കോണമി. ആ ഒരു അന്തർദേശീയ തലത്തിലുള്ള ഒരു ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു ഗ്ലോബലൈസേഷൻ എന്നുള്ള വാക്കൊക്കെ ഇപ്പോ എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്കായിരിക്കും. അതായത് ഒരു ഗ്ലോബൽ ഇക്കോണമിയുടെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഇക്കോണമി, അതായത് ഒരു കൊളോണിയലിസത്തിന്റെ വരവിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആ ഒരു മാറ്റം എങ്ങനെയാണ് നടക്കുന്നത്? ആ ഒരു മാറ്റം നടക്കുന്നത് 18th സെഞ്ചുറിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആയിട്ട് വരുന്നത്. ഇനി ആ ഒരു മാറ്റം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇനി തുടർന്ന് പഠിക്കും. ഇനി നമുക്ക് 18th സെഞ്ചുറി
ഡിബേറ്റ് എന്നുള്ള അടുത്ത സബ് ടൈറ്റിലേക്ക് പോകാം. ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ് ടൈറ്റിൽ ആണ്. പക്ഷെ നമ്മൾ അതിന്റെ ബേസിക് മാത്രം പഠിച്ചു പോയാൽ തന്നെ നമുക്ക് അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. 18th സെഞ്ചുറി ഡിബേറ്റ് എന്നുള്ളതിനെ നമുക്ക് രണ്ട് രീതിയിൽ, രണ്ട് ബ്രോഡ് പീരിയഡ്സ് ആയിട്ട് തരംതിരിക്കാം. അപ് ടു 1715 വരെ ഒരു 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 ചിന്താധാരയുടെ ഒരു ഒരു പ്രഭാവം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ അതിനുശേഷം 1750 ശേഷം മറ്റൊരു പെർസ്പെക്റ്റീവിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. ഇനി ബിഫോർ 1750, 1750 ശേഷം 18th സെഞ്ചുറിയെ ചൊല്ലിയുള്ള ഡിബേറ്റ്സിന്റെ സ്വഭാവം നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് എംപയർ സെൻട്രിക് വ്യൂ ആണ് ഉള്ളത്. അത് മുഗൾ എംപയറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു വ്യൂ ഉണ്ട്. രണ്ടാമത്തെ വ്യൂ എന്ന് പറയുന്നത് റീജിയൻ സെൻട്രിക് ആയിട്ടുള്ള വ്യൂ. പ്രദേശങ്ങളുടെ അതിന്റെ തനതായിട്ടുള്ള പൊളിറ്റിക്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി എംപയർ സെൻട്രിക് വ്യൂവിൽ നമ്മൾ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്ന എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഫോക്കസ് ഓൺ ദ ഡിക്ലൈൻ ഓഫ് മുഗൾ എംപയർ. എംപയറിലാണ് അതിന്റെ ഒരു ഫോക്കസ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ മുഗൾ എംപയറിന്റെ ഡിക്ലൈനിന് അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇനി മുഗൾ എംപയറിന്റെ ഡിക്ലൈനിനെ ഒരു കേന്ദ്ര ബിന്ദുവാക്കി വെച്ചുകൊണ്ട് അതിനുശേഷം വരുന്ന പ്രശ്നങ്ങളെ, അതിനുശേഷം ഉണ്ടായിട്ടുള്ള കോൺസിക്വൻസസിനെയും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ എംപയർ സെൻട്രിക് വ്യൂവിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് എംപയർ. ഇനി രണ്ടാമത്തെ വ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ, റീജിയൻ സെൻട്രിക് വ്യൂ നോക്കുകയാണെങ്കിൽ, എംഫസൈസസ് ദ റോൾ ഓഫ് പ്രൊവിൻസസ് ആൻഡ് ലൊക്കാലിറ്റീസ്. കുഞ്ഞു കുഞ്ഞു പ്രൊവിൻസസ് ഉണ്ടല്ലോ, നമ്മൾ ഡിസ്ട്രിക്ട്സ് എന്ന് വിളിക്കാം ഈ ഒരു സെൻസിൽ, ഇപ്പോഴത്തെ ഒരു സെൻസിൽ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രൊവിൻസുകളുടെയും കുഞ്ഞു കുഞ്ഞു ലൊക്കാലിറ്റി, കുഞ്ഞു കുഞ്ഞു വില്ലേജസിന്റെയും ഒക്കെ റോളിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവരുടെ ആ ഒരു റോൾ, അവരുടെ ആ ഒരു പ്രത്യേക പൊളിറ്റിക്സ് ഒക്കെ എങ്ങനെയാണ് ഈ ഒരു മാറ്റത്തിന്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇക്കണോമിക് ആയിട്ടുള്ള പുതിയ മാറ്റങ്ങൾക്കും പുതിയ എന്താ പറയുക പെർസ്പെക്റ്റീവ്സിനും പുതിയ എന്താ പറയാ തുടക്കങ്ങൾക്കുമൊക്കെ കാരണമാകുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു റീജിയനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു പെർസ്പെക്റ്റീവില് നമ്മൾ നോക്കുന്നത്. ഇനി ആഫ്റ്റർ 1750, 1750 ശേഷമുള്ള ആ ഒരു ഡിബേറ്റിന്റെ നേച്ചർ നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലാണ് ഇവിടെയും കാര്യങ്ങൾ നടക്കുന്നത്. യൂറോപ്യനിസ്റ്റ് വ്യൂ ഉണ്ട്, അതായത് യൂറോപ്യൻസിന്റെ കോളനി ഭരണത്തിന്റെ ഒന്നിച്ച് അതിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യൂ ഉണ്ട്. രണ്ടാമത്തെ എന്ന് പറയുന്ന ഇന്ത്യൻ വ്യൂ, നാഷണലിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ദേശത്തിന്റെ ആ ഒരു ദേശീയ പിന്നെ ഇന്ത്യനിസ്റ്റ് വ്യൂ ഉണ്ട്. അത് നമ്മുടെ ഇന്ത്യയുടെ ഒപ്പം നിൽക്കുന്ന, ഇന്ത്യയിൽ നിന്നുള്ള കാഴ്ചപ്പാടുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യൂ ആണ്. യൂറോപ്യനിസ്റ്റ് വ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ എംഫസൈസ് ദ ട്രയംഫ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് യൂറോപ്പ്, എസ്പെഷ്യലി ബ്രിട്ടൻ ഓവർ എ കയോട്ടിക് ആൻഡ് ഡിസോർഡേർഡ് ഇന്ത്യ. അതായത് ബ്രിട്ടീഷുകാരുടെ, ഇന്ത്യക്ക് മുകളിലുള്ള ബ്രിട്ടീഷുകാരുടെ അധികാര സ്ഥാപനത്തെയാണ് അവര് ഈ ഒരു വ്യൂവില് മോസ്റ്റ്ലി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ കാണുന്നത്. അത് ഇന്ത്യ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക പ്രശ്നങ്ങൾ നിറഞ്ഞ, ഓർഡർ ഇല്ലാത്ത, ഒരുപാട് കലഹങ്ങളൊക്കെ നിറഞ്ഞ ഒരു സമൂഹത്തെ ബ്രിട്ടീഷുകാര് വന്ന്, അതായത് ഓർഡർ ഇല്ലാത്ത, ഡിസോർഡേർഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ ബ്രിട്ടീഷുകാർ വന്നിട്ട് എങ്ങനെ ഓർഡർലി ആക്കുന്നു, എങ്ങനെ ഇവിടേക്ക് സിവിലൈസേഷൻ കൊണ്ടുവരുന്നു, അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ആ ഒരു ആധിപത്യത്തെ ഒന്ന് എന്താ പറയുക ഗ്ലോറിഫൈ ചെയ്യുന്ന, അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വ്യൂ ആണ് യൂറോപ്യനിസ്റ്റ് വ്യൂ എന്നുള്ളത്. ഇനി ഇന്ത്യനിസ്റ്റ് വ്യൂവിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു ഏജൻസി, അതായത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു വ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ ഇന്ത്യക്ക് യാതൊരു റോള് കൊടുക്കത്തില്ല. ഇന്ത്യയുടെ റോളിനെ അങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് യൂറോപ്യൻസിന്റെ വ്യൂ പോയിന്റ്. അവരുടെ യൂറോപ്യൻസിന്റെ ഒരു ഡോമിനേഷൻ, അവരുടെ പ്രോഗ്രസ് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഒരു ഹയറാർക്കിയാണ് വരുന്നത്, യൂറോപ്യൻസ് ആണ് ഇന്ത്യയേക്കാൾ വലുത് എന്നുള്ള ആ ഒരു ഹയറാർക്കിക്കൽ ആയിട്ടാണ് അവർ കാര്യങ്ങൾ നോക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ വ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് റെക്കഗ്നൈസസ് ഇന്ത്യൻ ഏജൻസി ഇൻ ഷേപ്പിംഗ് ദ ഫോം ഓഫ് ബ്രിട്ടീഷ് റൂൾ. അതായത് ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു മെച്ചം കൊണ്ട്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആ ഒരു കഴിവ് കൊണ്ടുണ്ടായ ഒരു സംഭവമല്ല. അതിന് ഇന്ത്യയും ഒരു റോള് വഹിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇന്ത്യനിസ്റ്റ് വ്യൂ പറയുന്നത്. അതായത് ഇന്ത്യയെ ഒരു വോയിസ്ലെസ് ആയിട്ടുള്ള, ഇന്ത്യക്ക് ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു സംഭവമായിട്ടാണ് യൂറോപ്യനിസ്റ്റ് വ്യൂവിൽ ഇന്ത്യനെ കാണുന്നത്. എന്നാൽ ഇന്ത്യനിസ്റ്റ് വ്യൂവിലേക്ക് വരുമ്പോഴേക്കും ഇന്ത്യക്ക് ഒരു സ്വരമുണ്ട്, ഇന്ത്യക്ക് ഒരു വ്യക്തിത്വമുണ്ട്, ഇന്ത്യക്ക് ഒരു ഏജൻസി ഉണ്ട് എന്നുള്ള കാര്യമാണ് അവര് മോസ്റ്റ്ലി എംഫസൈസ് ചെയ്യുന്നത്.
ഇനി നമുക്ക് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ദ മുഗൾ എംപയർ, ഇറ്റ്സ് ഡിക്ലൈൻ ആൻഡ് ദ ജെനസിസ് ഓഫ് ദ 18th സെഞ്ചുറി. അതായത് മുഗൾ എംപയറിന്റെ ആ ഒരു ഡിക്ലൈന് ശേഷമാണല്ലോ സത്യം പറഞ്ഞ 18th സെഞ്ചുറി എന്നുള്ള ആ ഒരു ടൈം പീരീഡിന്റെ തുടക്കം നമുക്ക് എന്താ പറയുക ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ മുഗൾ എംപയറിന്റെ ഡിക്ലൈൻ നടക്കുന്നത്, അതിന്റെ ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ ആയിട്ടുള്ള ഡിബേറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ മുഗൾ എംപയറിന്റെ ഡിക്ലൈൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങൾ പല ഹിസ്റ്റോറിയൻസ് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാരണങ്ങളും അതിന്റെ കീ ആർഗ്യുമെന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുവാണ്. ആദ്യത്തെ കീ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഫിസിക്കൽ ക്രൈസിസ് എന്നാണ്. അതായത് ആ ഒരു എംപയറിന്റെ സ്ഥാപനങ്ങളിൽ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, വ്യവസ്ഥകളിൽ വരുന്ന പ്രശ്നങ്ങൾ, അതിന്റെ ഒപ്പം തന്നെ അതിന്റെ സാമ്പത്തിക വ്യവസ്ഥ, റവന്യൂ, ഒരു ഫിസിക്കൽ റവന്യൂ എക്സ്പെൻഡിച്ചർ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു തിയറി, ഒരു കാരണമായിട്ട് നമ്മുടെ ഹിസ്റ്റോറിയൻസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ആർഗ്യുമെന്റ് നോക്കുവാണെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് മുഗൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മുഗൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആർമി എടുത്താലും റവന്യൂ എടുത്താലും അങ്ങനെയുള്ള ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അധപതനം കാണുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ സിവിയർ ഫിസിക്കൽ ക്രൈസിസ്, ആ ഒരു പണമിടപാടുകളിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ തമ്മിലുള്ള ഒരു ബാലൻസിലൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ജാഗിർദാരി സിസ്റ്റത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ വരികയും അതിനെ തുടർന്ന് കൊണ്ടാണ് മുഗൾ എംപയറിന്റെ അധപതനം നടക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വ്യൂ പോയിന്റ് പറയുന്നത്. ഈ ജാഗിർദാരി സിസ്റ്റം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചുരുക്കി പറയുവാണെങ്കിൽ നമ്മുടെ ഇക്ത സിസ്റ്റം, ഫ്യൂഡൽ സിസ്റ്റം ഒക്കെ പോലെ തന്നെ ജാഗിർദാർസിന് അവരുടെ സേവനത്തിന് പകരമായിട്ട് ലാൻഡ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് മുഗൾ എംപയറിന്റെ കീഴിലെ ജാഗിർദാരി സിസ്റ്റം എന്നുള്ളത്. ഇനി ഇർഫാൻ ഹബീബിന്റെ ആർഗ്യുമെന്റിലേക്ക് വരുമ്പോഴേക്കും അദ്ദേഹം പറയുന്നത് അൺറെസ്ട്രെയിൻഡ് അപ്രോപ്രിയേഷൻ ഓഫ് പെസന്റ് സർപ്ലസ് ബൈ ദ മുഗൾ ഫിസിക്കൽ സിസ്റ്റം ആണ്. അതാണ് എംപയറിന്റെ ഡിക്ലൈന് കാരണമായത് എന്നാണ്. വായിക്കുമ്പോൾ ഒട്ടൊന്നും ഒരു വലിയ കനം വെച്ച വാക്കുകളാണ്. പക്ഷെ ചുരുക്കത്തിൽ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെസൻസിന്റെ, അതായത് കർഷകരുടെ അവരുടെ സർപ്ലസ്, അവർ പണിയെടുത്ത് അവർക്ക് വരുന്ന ഒരു സർപ്ലസ് ഉണ്ടല്ലോ, മിച്ചമായിട്ട് കിട്ടുന്ന ആ ഒരു പ്രൊഡക്റ്റ്, അതിനെ മുഗൾ എംപയർ പിടിച്ചെടുക്കുക, അതിനെ അപ്രോപ്രിയേറ്റ് ചെയ്യുക, അതിനെ പിടിച്ചെടുക്കുന്ന ഒരു സിസ്റ്റം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പെസൻസ് എന്ന് പറയുന്നത് അവർക്ക് സർപ്ലസ് ആയിട്ടൊന്നുമില്ല, അവരുടെ കയ്യിൽ വെക്കാനായിട്ട്, അവരുടെ കയ്യിൽ മിച്ചമായിട്ട് വെക്കാനായിട്ട് ഒന്നുമില്ല. അവർ അന്നത്തെ ആ ഒരു ജീവിതം നിലനിർത്താനായിട്ട് അവർക്ക് എന്തെങ്കിലും കിട്ടുന്നു, അത് വെച്ച് അവര് ജീവിതം നയിക്കുന്നു എന്നല്ലാതെ അവർക്കൊരു മിച്ചം പറയാനായിട്ട്, ഒരു സേവിങ്സ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. അത് സ്റ്റേറ്റ് അപ്രോപ്രിയേറ്റ് ചെയ്യാണ്, സ്റ്റേറ്റ് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വ്യവസ്ഥയാണ്, ഈ ഒരു സംഭവമാണ് മുഗൾ എംപയറിന്റെ ക്രൈസിസിലേക്ക് നയിച്ചത് എന്നാണ് ഇർഫാൻ ഹബീബ് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് മീഡിയൽ ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള സതീഷ് ചന്ദ്രയുടെ ആർഗ്യുമെന്റിലേക്ക് വരുമ്പോഴേക്കും അദ്ദേഹം പറയുന്നത് inefficiency of the Jagir system and factional struggles contributed to the decline എന്നാണ്. അതായത് ജാഗിർദാരി സിസ്റ്റത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഈ ഒരു അവസാന കാലഘട്ടം ആകുമ്പോഴേക്കും ഒരുപാട് ജാഗിർദാർസിന് ഒരുപാട് ലാൻഡ് കൊടുക്കുകയും പിന്നീട് ലാൻഡ് ഇല്ലാത്തൊരവസ്ഥ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ജാഗിർദാരി സിസ്റ്റം, അതിന്റെ ഒപ്പം തന്നെ ജാഗിർദാരി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു രീതിയിൽ, അതായത് ഇപ്പൊ പലർക്കും ലാൻഡ് കൊടുക്കുകയും അവർക്ക് ആ ഒരു ലാൻഡിന്റെ മുകളിൽ ഒരു ഓട്ടോണമി കൊടുക്കുകയും ചെയ്യും തന്നെ അവർക്ക് ആ ഒരു അധികാരം എന്ന് പറയുന്നത്, സെൻട്രൽ അധികാരം അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അവിടെ ഓരോ ജാഗിർദാർസിനുമായി അധികാരം. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയും അതിന്റെ ഒപ്പം തന്നെ ഒരുപാട് ഫാക്ഷണൽ സ്ട്രഗിൾസ് വരികയും ഒരുപാട് നോബിൾസും മെർച്ചൻസും ബാങ്കേഴ്സും ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്ന, അവരുടെ ഇടയിൽ പിടിവലി നടക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടാവുകയും അതാണ് ഡിക്ലൈനിലേക്ക് നയിച്ചത് എന്നാണ് സതീഷ് ചന്ദ്ര പറയുന്നത്. ഇനി അത്തർ അലിയുടെ ആർഗ്യുമെന്റിലേക്ക് വരുമ്പോഴേക്കും ഷോർട്ടേജ് ഓഫ് ജാഗേഴ്സിന്റെ ഷോർട്ടേജ്, ജാഗിർ ലാൻഡിന്റെ ഷോർട്ടേജ്, അതിന്റെ ഒരു ക്ഷാമം സംഭവിക്കുന്നതായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തു. അപ്പൊ അത് ഒരു കാരണമായിട്ട് അത്തർ അലി പറയുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഇന്നബിലിറ്റി ടു അക്കോമഡേറ്റ് ആസ്പിരൻസ് ലെഡ് ടു ഡിക്ലൈൻ, അതായത് പല മേഖലകളിൽ നിന്ന് പല നോബിൾസ്, അവർക്ക് സ്വന്തമായിട്ടുള്ള ലക്ഷ്യങ്ങളും സ്വന്തമായിട്ടുള്ള ആസ്പിറേഷൻസും സ്വന്തമായിട്ടുള്ള എന്താ പറയാ വ്യാമോഹങ്ങളൊക്കെയുള്ള ഒരുപാട് നോബിൾസ് ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു ആസ്പിറൻസിന്റെ, അവരുടെ ആ ഒരു ആഗ്രഹങ്ങളെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട്, അവരുടെ സ്വപ്നങ്ങളെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വ്യവസ്ഥ ഇല്ലാതായി പോയതും ഒരു ഡിക്ലൈനിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് അത്തർ അലി പറയുന്നത്.
ഈ ജോൺ റിച്ചാർഡ്സ് പറയുന്നത് ഫെയിലർ ഓഫ് ദ സ്റ്റേറ്റ് ടു എഫിഷ്യന്റ്ലി ഇൻകോർപ്പറേറ്റ് ലോക്കൽ എലീറ്റ്സ്. അതായത് ഡെക്കാനിലുണ്ടായിരുന്നു, ഡെക്കാനും പിടിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഔറംഗസേബിന്റെ ഒക്കെ കാലമാകുമ്പോൾ. അപ്പൊ ഡെക്കാനിൽ ഉണ്ടായിരുന്ന ലോക്കൽ ആയിട്ടുള്ള നോബിൾസിന്റെ എലീറ്റ്സിന്റെ ഒക്കെ അവരെയൊക്കെ ഈ ഒരു സ്റ്റേറ്റിന്റെ ഭാഗമാക്കി മാറ്റാനായിട്ട് കഴിയാതെ വന്നതാണ് കാരണമെന്നാണ് ജോൺ റിച്ചാർഡ്സ് പറയുന്നത്. ഇനി മാർഷൽ ഹോഡ്സൺ പറയുന്നത് ഇന്നബിലിറ്റി ടു കീപ്പ് അപ്പ് വിത്ത് ചേഞ്ചിങ് വാർഫെയർ ടെക്നോളജീസ്. ഇദ്ദേഹത്തിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നൊന്ന് മാറി നിൽക്കുന്ന എന്താ പറയാ ബാക്കിയുള്ള തീസിസുകളിൽ നിന്നൊന്ന് മാറി നിൽക്കുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്. അദ്ദേഹം പറയുന്നത് 18th സെഞ്ചുറി അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു എന്താ പറയാ ആ ഒരു ദശകങ്ങളിൽ 17th സെഞ്ചുറിയുടെ അവസാന ദശകങ്ങളിലും 18th സെഞ്ചുറിയുടെ ആദ്യ ദശകങ്ങളിലും ഒക്കെ വാർഫെയർ ടെക്നോളജീസ്, യുദ്ധത്തിന്റെ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ അത്തരം ടെക്നോളജീസിനോട് മുഗൾ എംപയറിന് ഏറ്റുമുട്ടാനായിട്ട് അതിനോട് ഒത്തു നിൽക്കാനായിട്ട് സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു ഡിക്ലൈനിന് കാരണമായത് എന്നാണ് മാർഷൽ ഹോഡ്സൺ പറയുന്നത്. ഇനി ഇഖ്തിദാർ ആലം ഖാന്റെ ആർഗ്യുമെന്റ് നോക്കുകയാണെങ്കിൽ ഡിഫ്യൂഷൻ ഓഫ് ഗൺ പൗഡർ ടെക്നോളജി എംപവേർഡ് ലോക്കൽ മാഗ്നറ്റ്സ് ടു റെസിസ്റ്റ് ദ സ്റ്റേറ്റ്. അദ്ദേഹം പറയുന്ന അനുസരിച്ച് ഗൺ പൗഡർ എന്നുള്ള ഒരു ഇൻവെൻഷൻ, ആ ഒരു ടെക്നോളജി ലോക്കൽ ആയിട്ടുള്ള ലോക്കൽ എലീറ്റ്സ്, പ്രാദേശികമായിട്ടുള്ള ചീഫ്സിന് മുഗൾ എംപയറിനോട് ഏറ്റുമുട്ടാനുള്ള ഒരു പവർ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ലോക്കൽ പവർ, ലോക്കൽ അധികാരികൾക്ക് മുഗൾ എംപയറിനെ വെല്ലുവിളിക്കാനുള്ള ഒരു പവർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ആ ഒരു പവർ ഇംബാലൻസ് വരികയും അങ്ങനെ ആ ഒരു മുഗൾ എംപയറിന്റെ തകർച്ച സംഭവിച്ചു എന്നുള്ളതാണ് ഇഖ്തിദാർ ആലം ഖാന്റെ ആർഗ്യുമെന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതെല്ലാമാണ് മുഗൾ എംപയറിന്റെ ഡിക്ലൈനിന് കാരണമായിട്ടുള്ള ഡിഫറെന്റ് ആർഗ്യുമെന്റ്സ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് വരുവാണെങ്കിൽ പ്രോസസ് ഓഫ് റീജിയണലൈസേഷൻ എന്നുള്ളതാണ് അടുത്ത സബ് ടോപ്പിക്. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ നോക്കുന്നത്, അതായത് നമ്മൾ ആദ്യം മുഗൾ എംപയറിന്റെ ഡിക്ലൈനെ കുറിച്ച് കണ്ട ആ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് എംപയർ സെൻട്രിക് പെർസ്പെക്റ്റീവ് ആണ്. എംപയറിനെ വെച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴേക്കും നമ്മൾ റീജൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് വേർഷൻ ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി കണ്ട ഒരു എംപയർ സെൻട്രിക് വിഷനിൽ നിന്ന് മാറ്റമുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആന്ത്രേ വിങ്കിന്റെ ആർഗ്യുമെന്റ് ആണ്. അദ്ദേഹം പറയുന്നത് മുഗൾ സിസ്റ്റം ഫേസ് ചാലഞ്ചസ് ഫ്രം വിത്തിൻ ബൈ ഫോഴ്സ് ഓഫ് ഫിത്ന. അതായത് ഫിത്ന എന്നുള്ള വാക്ക് എന്ന് പറയുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇന്റേണൽ കോൺഫ്ലിക്ട്സ് എന്നുള്ളതാണ്. അതായത് മുഗൾ എംപയറിന്റെ ഉള്ളിൽ തന്നെയുള്ള കോൺസ്പിറസീസ്, ഗൂഢാലോചനകള്, പവറിന് വേണ്ടിയിട്ടുള്ള വെല്ലുവിളികള്, അപ്പൊ അത്തരത്തിലുള്ള മുഗൾ എംപയറിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു എന്താ പറയുക ഡിവൈഡിങ് ഫോഴ്സസിനാണ് ആന്ത്രേ വിങ്കിന്റെ ആ ഒരു കാഴ്ചപ്പാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി സ്റ്റീഫൻ ബ്ലേക്കിലേക്ക് വരുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ആണ് പാട്രിമോണിയൽ സ്റ്റേറ്റ് എന്നുള്ള പെർസ്പെക്റ്റീവ്. അതായത് അദ്ദേഹം മുഗൾ എംപയറിന്റെ നേച്ചറിനെ കാണുന്നത് പേട്രിമോണിയൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിട്ടാണ്. പേട്രിമോണിയൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എംപറർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, എംപററിന്റെ ആ ഒരു സ്ഥാനത്തിന് എംപററിൽ നിന്ന് അധികാരത്തിന്റെ ആ ഒരു ലൈൻ എംപറർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, എംപററിന്റെ ആ ഒരു പേഴ്സണാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, എംപറർ ആണ് അധികാരത്തിന്റെ കേന്ദ്രം എന്നുള്ള രീതിയിൽ എംപററിൽ നിന്ന് അധികാരം ബാക്കി ബ്യൂറോക്രസിക്കും ഒക്കെ ആ ഒരു ലൈനായിട്ട് എത്തുന്ന ഒരു എംപററിൽ നിന്ന് അധികാരം വിന്യസിക്കുന്ന ഒരു സിസ്റ്റം ആയിട്ടാണ്, എംപററിന്റെ പേഴ്സണാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സിസ്റ്റം ആയിട്ടാണ് മുഗൾ എംപയറിനെ കാണുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു എംപറർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്റ്റേറ്റിനല്ല എംപറർക്കാണ് ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുന്നത്. അപ്പൊ ആ ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ എംപറർ മാറുന്നതനുസരിച്ച്, ഇപ്പൊ നല്ല എംപറർ അല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പേഴ്സണാലിറ്റിക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു പവറിന്, അദ്ദേഹത്തിന് ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അധികാരി ആയിട്ട് സ്വയം കാണിക്കാൻ സാധിച്ചില്ല എങ്കിൽ അവിടെ ആ ഒരു സിസ്റ്റം തകർന്നു പോകുന്ന ആ ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അപ്പൊ അതാണ് സ്റ്റീഫൻ ബ്ലേക്കിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് വരുന്നത്. ഇനി M.N. പിയേഴ്സിന്റെ ആർഗ്യുമെന്റ് നോക്കുകയാണെങ്കിൽ ദ മുഗൾസ് ഫെയിൽ ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ
The Mughals failed to bridge the gap between a paternalistic personalized form of governance and its military aspirations. അതായത് ഇദ്ദേഹവും MN പിയേഴ്സണും പറയുന്നത് ഈ മുഗൾ എംപയറിനെ പറ്റി പോയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് എംപററിന്റെ ഒരു പേഴ്സണാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഗവൺമെന്റ് ആണ്. എന്നാൽ അവരുടെ ആ ഒരു ആസ്പിറേഷൻസ് അവര് ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മിലിറ്ററി ആയിട്ട് കോൺക്വസ്റ്റ് ചെയ്യാനായിട്ട് പല സ്ഥലങ്ങളും പിടിച്ചെടുക്കാനോ ഒക്കെ ആയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ അവരുടെ ശ്രമങ്ങളും അവരുടെ ആസ്പിറേഷൻസ് അവരുടെ ആവശ്യങ്ങളും എന്നാൽ അവർ നിലനിർത്തി പോകുന്ന ഫോം ഓഫ് ഗവൺമെന്റും തമ്മിൽ ഒരു ഒത്തുപോകലില്ല. അപ്പൊ ആ ഒരു ഗ്യാപ്പാണ് ഇത്തരത്തിലുള്ള ആ ഒരു ഡിക്ലൈനിലേക്കും റീജണലൈസേഷനിലേക്കും നയിച്ചത് എന്നാണ് MN പിയേഴ്സൺ പറയുന്നത്. ഇനി മുസഫർ ആലം പറയുന്നത് the imperial system was often undermined by the local leaders who wanted to increase their own power. ഇത് ലോക്കൽ റൂളേഴ്സ് ലോക്കൽ ലീഡേഴ്സിന്റെ ആ ഒരു പവറിനെയും അധികാരത്തെയും അവരുടെ ലക്ഷ്യങ്ങളെയും അവരുടെ ആ ഒരു അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യങ്ങളെയുമാണ് മുസഫർ ആലം ഇവിടെയും ഇമ്പോർട്ടൻസ് ആയിട്ട് കാണുന്നതും. ആ ഒരു ലോക്കൽ റൂളേഴ്സിന്റെ അധികാരത്തെ മുഗൾ എംപയർ ഒന്ന് കുറച്ച് കണ്ടതാണ് ഇവരുടെ ആ ഒരു അധപതനത്തിന് കാരണം എന്നാണ് മുസഫർ ആലം പറയുന്നത്. ഇനി CA ബെയ്ലിയിലേക്ക് വരുമ്പോഴേക്കും ദ മുഗൾ എംപയർ ഫേസ്ഡ് എ ക്രൈസിസ് ബിക്കോസ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ്, അതായത് ഒരുപാട് ഡിഫറെന്റ് ഗ്രൂപ്പുകൾ, അതായത് മിലിറ്ററി ലീഡേഴ്സ് ആയാലും മെർച്ചൻസ് ആയാലും പൊളിറ്റിക്കൽ പ്ലേയേഴ്സ് ആയാലും ഇങ്ങനെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് വാണ്ടഡ് ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദ ഡ്രൈവിംഗ് ട്രേഡ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ദ എംപയറിന്റെ വ്യവസായവും അവരുടെ ആ ഒരു എന്താ പറയാ സമ്പന്നമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ രീതികളും വ്യവസായ രീതികളും ഒക്കെ അതിൽ നിന്നെല്ലാം നേട്ടം കൊയ്യാനായിട്ടുള്ള പല പല ഡിഫറെന്റ് ഗ്രൂപ്പ്സിന്റെയും അംബീഷൻസ് അവരുടെ ആ ഒരു അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളാണ്, അവരുടെ ആ ഒരു അംബീഷൻസ് അവരുടെ ആ ഒരു മോഹവുമാണ് ഈ ഒരു എംപയറിന്റെ ഡിക്ലൈനിലേക്ക് നയിച്ചത് എന്നാണ് CA ബെയ്ലി പറയുന്നത്. ഈ ഡേവിഡ് ലഡന്റെ ഒരു അനലൈസിസിലേക്ക് വരുവാണെങ്കിൽ അദ്ദേഹം സൗത്ത് ഇന്ത്യനെയാണ് മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത്. The situation before the rise of Mysore was characterized by petty kingdoms formed by Telugu-speaking Nayakas, and അദ്ദേഹം ഒന്നും കൂടി സൗത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് ആണ്. അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് സൗത്തില് ഒരു മൈസൂരിന്റെ റൈസിന് മുമ്പ് കുഞ്ഞു കുഞ്ഞു പെറ്റി കിങ്ഡംസ്, കുഞ്ഞു ചീഫ്സിന്റെ കീഴില് കുഞ്ഞു തെലുഗു സ്പീക്കിംഗ് നായകാസിന്റെയും പലേകാരൻസിന്റെയും ഒക്കെ കീഴിൽ സ്റ്റേറ്റ്സ് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ആ ഒരു ഫാക്റ്റിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. അപ്പൊ ആ ഒരു റീജിയണൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നും കൂടെ പ്രാദേശികമായിട്ടുള്ള പൊളിറ്റിക്സിനും പ്രാദേശികമായിട്ടുള്ള പൊളിറ്റിക്കൽ പ്ലേയേഴ്സിനും ലോക്കൽ ലോക്കൽ പവർ സ്ട്രഗിൾസിനും ഒക്കെയാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ടുണ്ട്. ഇനി നമ്മൾ സക്സസർ സ്റ്റേറ്റ്സ്, അതായത് റീജിയണൽ ഒരുപാട് മുഗൾ എംപയറിന്റെ അധപതനത്തിന് ശേഷം റീജിയണൽ സ്റ്റേറ്റ്സ് ഉയർന്നു വന്നല്ലോ, ആ സ്റ്റേറ്റ്സ് നമുക്ക് മൂന്നായിട്ട് തരം തിരിക്കാം. ആദ്യത്തേത് സക്സസർ സ്റ്റേറ്റ്സ്. സക്സസർ സ്റ്റേറ്റ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദീസ് സ്റ്റേറ്റ്സ് റെപ്ലിക്കേറ്റഡ് ദ ഫോർമർ ഇമ്പീരിയൽ സ്ട്രക്ചേഴ്സ്. മുഗൾ എംപയറിന്റെ സ്ട്രക്ചേഴ്സിനെ തന്നെ അതേപടി കോപ്പി അടിച്ചുകൊണ്ട് വരുന്ന സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ സക്സസർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. മുഗൾ എംപയറിന്റെ പിൻഗാമികളായിട്ട് വരുന്ന സ്റ്റേറ്റ്സ് ആണ്. പിന്നീട് ഇൻഡിപെൻഡന്റ് പൊളിറ്റീസ് വരുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്സ് ആണ്. ഇവരെന്ന് പറയുന്നത് പുതിയ സിസ്റ്റംസ് ആണ്. മുഗൾ എംപയറിന്റെ ആ ഒരു സിസ്റ്റംസ് ഒന്നും കോപ്പി അടിക്കുകയല്ല, അതേപടി എടുത്തു വെക്കുകയല്ല ചെയ്യുന്നത്. പുതിയ സിസ്റ്റംസിന് രൂപം കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ലോക്കൽ പ്രിൻസിപ്പാലിറ്റീസ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് റെജീമാണ്. ദീസ് വർ സ്മോളർ സ്റ്റേറ്റ്സ് ഓഫ് വേരിയസ് ഒറിജിൻ. കുഞ്ഞു ഡിഫറെന്റ് കാരണങ്ങൾ കൊണ്ട് ഡിഫറെന്റ് ഒറിജിനേഷൻസ് പറയാനായിട്ട് സാധിക്കുന്ന ഒറിജിൻസ് പറയാനായിട്ട് these were smaller states of various origins, including Muslim, Hindu, tribal, often formed through conquest, migration and settlements. അതായത് ഡിഫറെന്റ് റീസൺസിന്റെ കാരണത്താൽ, ഒരുപാട് വ്യത്യസ്തമായ കാരണങ്ങളാൽ ഉയർന്നു വന്നിട്ടുള്ള കുഞ്ഞു സ്റ്റേറ്റ്സ്. അവരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. മുസ്ലിം നേച്ചറുള്ള, ഹിന്ദു നേച്ചറുള്ള, ട്രൈബൽ നേച്ചറുള്ള കുഞ്ഞു സ്റ്റേറ്റ്സും ഈ ഒരു സമയത്ത് ഉയർന്നു വരുന്നുണ്ട്. പത്രത്തിലുള്ള സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ ലോക്കൽ പ്രിൻസിപ്പാലിറ്റീസ് എന്ന് അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇനി അടുത്ത ടോപ്പിക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹൗ മുഗൾ വെയർ ദീസ് റെജീംസ് എന്നുള്ളതാണ് അടുത്ത സബ് ടൈറ്റിൽസ്. അതായത് മുഗൾ എംപയറിന്റെ അധപതനത്തിന് ശേഷം ഉയർന്നു വന്നിട്ടുള്ള റെജീംസ്, രാജ്യങ്ങളുടെ ഒക്കെ സ്വഭാവം എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തുമാത്രം മുഗൾ ഡൈനാസ്റ്റിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിൽ തന്നെ മുഗൾ കണ്ടിന്യൂറ്റി, എവിടെയൊക്കെയാണ് മുഗൾ ആ ഒരു ഡൈനാസ്റ്റിയുടെ കണ്ടിന്യൂറ്റി, ആ ഒരു തുടർച്ച കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. Many regional rulers were nominal Mughal governors.
ഗവർണൻസ്. ഈ റീജിയണൽ കിങ്ഡംസിന്റെ ഒക്കെ റൂളേഴ്സ് ആയിട്ട് ഉയർന്നു വന്നിട്ടുള്ള പലരും തന്നെ നേരത്തെ മുഗൾസിന്റെ ഗവർണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ ദി അഡോപ്റ്റഡ് മുഗൾ ഫോംസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ഗവർണൻസ്. അതുകൊണ്ട് തന്നെ അവരുടെ അഡ്മിനിസ്ട്രേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ മുഗളിന്റെ ആ ഒരു ടച്ച്, മുഗൾ ഫോംസിന്റെ ഒരു ടച്ച് കാണാനായിട്ട് സാധിക്കും. അതിന്റെ ഒപ്പം തന്നെ ഈ ഒരു മുഗൾ കണ്ടിന്യൂറ്റിയെ മാർക്ക് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ് പല റീജിയണൽ സ്റ്റേറ്റ്സിലും പേർഷ്യൻ എന്നുള്ളത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിരുന്നു എന്നുള്ളത്. അത് മുഗൾ എംപയറിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് പേർഷ്യൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മുഗൾ എംപയറിന് ശേഷം വന്നിട്ട് പല കിങ്ഡംസും എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ ലാംഗ്വേജും പേർഷ്യൻ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ബ്രേക്സ്, അതായത് റീജിയണൽ ഡൈവേർജൻസസ്, എവിടെയൊക്കെയാണ് ഒരു ബ്രേക്ക്, ഒരു മാറ്റം വന്നിട്ടുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ ബ്രേക്കിംഗ് വിത്ത് ജാഗിർദാരി സിസ്റ്റം. മുഗൾ എംപയറിന് ശേഷം ജാഗിർദാരി സിസ്റ്റം പിന്നെ തുടർന്ന് പോന്നിട്ടില്ല. അതിന്റെ ഒപ്പം തന്നെ കമ്പൈനിങ് എക്സിക്യൂട്ടീവ് ആൻഡ് ഫിസിക്കൽ പവേഴ്സ്. മുഗൾ എംപയർ എടുത്ത് നോക്കുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് പവറും ഫിസിക്കൽ പവർ, ഒരു ഫൈനാൻഷ്യൽ പവറും വേറെ വേറെയായിരുന്നു. എന്നാൽ റീജിയണൽ കിങ്ഡംസിലേക്ക് വരുമ്പോഴേക്കും അത് രണ്ടും ഒന്നിച്ച് ചേർന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഇജാരധാരി സിസ്റ്റം, റവന്യൂ ഫാമിംഗ്, അതായത് ലാൻഡ് എന്ന് പറയുന്നത് ലേലം വിളിച്ചു കൊടുക്കുന്ന ആ ഒരു സിസ്റ്റം ഒക്കെ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇൻക്രീസ്ഡ് ഇൻവോൾവ്മെന്റ് ഓഫ് മെർച്ചന്റ്സ് ആൻഡ് ബാങ്കേഴ്സ്. മെർച്ചന്റ്സിന്റെയും ബാങ്കേഴ്സിന്റെയും ഒക്കെ ഇൻഫ്ലുവൻസ് കൂടി വരുന്നതായിട്ടും കാണുന്നുണ്ട്. അതിനൊപ്പം തന്നെ യൂറോപ്യൻസിന്റെ പവറും ഉണ്ടായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ കണ്ടിന്യൂറ്റിയും നമ്മൾ കണ്ടു, ബ്രേക്സും നമ്മൾ കണ്ടു. അപ്പൊ ഇനി ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. ഹൗ മുഗൾ വെർ ദ റെജീംസ്, എത്രമാത്രം ഒരു മുഗൾ നെസ് ഉണ്ടായിരുന്നു ഈ റീജിയണൽ കിങ്ഡംസിന്റെ ആ ഒരു സ്വഭാവത്തിൽ. ഇനി അടുത്ത സബ് ടോപ്പിക്, അടുത്ത ടോപ്പിക് എടുത്ത് നോക്കുകയാണെങ്കിൽ ദി ഇക്കോണമി ഓഫ് ദി 18th സെഞ്ചുറി. 18th സെഞ്ചുറിയുടെ സാമ്പത്തിക വ്യവസ്ഥ എന്തായിരുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാസ് ദ റീജിയണലൈസേഷൻ ഓഫ് ഇന്ത്യ എ സൈൻ ഓഫ് ഇക്കണോമിക് എക്സ്പാൻഷൻ, ക്രൈസിസ് ഓഫ് സ്റ്റാഗ്നേഷൻ. അതായത് എംപയറിൽ നിന്ന് റീജിയണലൈസേഷൻ സംഭവിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു റീജിയണലൈസേഷൻ സംഭവിക്കുന്നത് സാമ്പത്തികപരമായിട്ടൊരു നേട്ടമാണോ ഉണ്ടാക്കിയിട്ടുള്ളത്, അത് കോട്ടമാണ്, ഒരു ക്രൈസിസ് ആണോ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ആദ്യം. അതിന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ മനസ്സിലേക്ക് ചർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ന്യൂ പൊളിറ്റീസ് ഓഫൺ ഫേസ് സീരിയസ് ഡിസ്ട്രപ്ഷൻസ് ആൻഡ് അൺസർട്ടനിറ്റി. അതായത് പുതുതായിട്ട് ഉണ്ടായി വന്നിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിന് ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും some accounts may exaggerate these issues. എന്നാലും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പല രേഖകളിലും അതിനെ ഒന്ന് പൊലിപ്പിച്ച് പറയുന്ന രീതി ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പല രേഖകളും എടുത്ത് നോക്കിയാലും ഭയങ്കര പ്രശ്നങ്ങളാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള ആ ഒരു റാഷണൽ ആയിട്ടുള്ള ആ ഒരു ചിന്താഗതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി ഡിഫറെന്റ് റീജിയൻ ഷുഡ് വേരിയഡ് ലെവൽസ് ഓഫ് സ്റ്റെബിലിറ്റി ആൻഡ് എക്സ്പാൻഷൻ ഡ്യൂറിംഗ് ദിസ് പീരിയഡ്. നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ്സിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ് ഡിഫറെന്റ് റീജിയൻസിന് അവരുടേതായിട്ടുള്ള ഒരു ഡിഫറെന്റ് ലെവൽസ് ഓഫ് എക്സ്പാൻഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാ റീജിയൻസിനെയും ഒരേപോലെ കാണാനായിട്ട് സാധിക്കില്ല. ഈ ഷുഡ് വേരിയഡ് ലെവൽസ് ഓഫ് സ്റ്റെബിലിറ്റി ആൻഡ് എക്സ്പാൻഷൻ, അതിന് ഓരോ റീജിയൻസിനും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലെവൽസ് ഓഫ് സ്റ്റെബിലിറ്റിയും എക്സ്പാൻഷനും, ഇക്കണോമിക് എക്സ്പാൻഷനും സ്റ്റെബിലിറ്റിയും ഒക്കെ ആണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഈ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട, ഈ ഒരു ടോപ്പിക്കുകളെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലേക്ക് വരേണ്ട രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് വാസ് ദ കണ്ടീഷൻ ഓഫ് ദി ഇക്കോണമി ആസ് ഇന്ത്യ ട്രാൻസിഷൻ ഇൻ ടു കൊളോണിയൽ ഇറ. അതായത് കൊളോണിയൽ ഇറയിലേക്ക് ഇന്ത്യ മാറുമ്പോൾ ആ ഒരു സമയത്ത് ഇന്ത്യയുടെ ഇക്കോണമിയുടെ ആ ഒരു കണ്ടീഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് എമർജൻസ് ഓഫ് ന്യൂസ് ടൗൺ സെന്റേഴ്സ് എന്നുള്ളതാണ്. കുഞ്ഞു കുഞ്ഞു ടൗൺസിന്റെയും അർബൻ ഡെവലപ്മെന്റും ഒക്കെ എങ്ങനെയാണ് ഈ ഒരു കാലത്ത് ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. Despite a predominantly agricultural economy, urban growth generally expanded in 18th century. ഈവൻ ദോ നമ്മുടെ ഇക്കോണമി എന്ന് പറയുന്നത് കാർഷിക വ്യവസ്ഥയെ സംബന്ധിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യവസ്ഥയായിരുന്നെങ്കിൽ പോലും അർബൻ ഗ്രോത്ത്, ആ ഒരു സിറ്റിയുടെ ആ ഒരു ഗ്രോത്ത്, നഗരത്തിന്റെ ആ ഒരു ഗ്രോത്ത് 18th സെഞ്ചുറിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ കുറെ ഡിക്ലൈൻ നടക്കുന്നുണ്ട്, കുറെ സിറ്റീസിന്റെ ഒക്കെ ഡിക്ലൈൻ നടക്കുന്നുണ്ട്, കുറെ സിറ്റീസിന്റെ ഒക്കെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം.
ഡിക്ലൈൻ നോക്കുവാണെങ്കിൽ ഷാജഹാനാബാദ്, സിർഹിന്ദ്, മധുര പോലെയുള്ള മുഗൾ എംപയറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റീസ് എല്ലാം നശിച്ചു പോകുന്നതും അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കുറയുന്നത് കാണുന്നുണ്ട്. എന്നാൽ അതിന്റെ ഒപ്പം തന്നെ ആഗ്ര, കൽക്കട്ട, ധാക്ക, മുർഷിദാബാദ് എന്നുള്ള സിറ്റീസ് ഉയർന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ബല്ലഭ്ഗഡ്, ഭരത്പൂർ, ഖോംബേർ, ഹത്രാസ് ആൻഡ് പാനിപ്പട്ട് പോലുള്ള കുഞ്ഞു കുഞ്ഞു പ്രദേശങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, അതിന്റെ ഗ്രോത്ത് നടക്കുന്നുണ്ട്. ഇനി വെസ്റ്റേൺ ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും സൂററ്റിന്റെ ഒരു ഡിക്ലൈൻ ആണ് കാണുന്നത്. സൂററ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർട്ടായിരുന്നു. അത് പിന്നീട് 18th സെഞ്ചുറിയുടെ ആ ഒരു അവസാനമൊക്കെ ആവുമ്പോഴേക്കും അതിന്റെ ഇമ്പോർട്ടൻസ് നശിച്ചു പോവുകയും ബോംബെ ഉയർന്നു വരികയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സെൻട്രൽ ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും മാൽവ എന്നുള്ളത് ഒരു അർബൻ ഗ്രോത്ത്, അതായത് മറാത്താസിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ, മറാത്താസിന്റെ കോൺക്വസ്റ്റും കാര്യങ്ങളും ഡിസ്ട്രപ്ഷൻസും ഒക്കെ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിലും മാൽവ റീജിയന്റെ ഗ്രോത്ത് കാണുന്നുണ്ട്. പൂന എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് സിൽക്കിന്റെ, ചന്ദേരി സിൽക്കിന്റെ സെന്റർ ആയിട്ട് മാറുന്നത് കാണുന്നുണ്ട്. ബർഹൻപൂർ എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ട്രേഡ് ഫോക്കസ് ഒക്കെ മാറിയിട്ട് അതിന്റെ ഒരു ഗ്രോത്ത്, അതിന്റെ ഫോക്കസ് മാറുന്നുണ്ടെങ്കിലും അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സെന്റർ ആയിട്ട് മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇനി സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും മദ്രാസും ഹൈദരാബാദും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റേഴ്സ് ആയിട്ട് വരുന്നത് കാണുന്നുണ്ട്. ഇനി ബാക്കി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റേഴ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ മുസൂളിപ്പട്ടണമുണ്ട്, നാഗപട്ടണമുണ്ട്, ദേവനപട്ടണമുണ്ട്. ഇവരൊക്കെ എന്ന് പറയുന്നത് ആദ്യം ഒരു ഡിക്ലൈൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു ഡിക്ലൈനിൽ നിന്ന് ഉയർന്നു വരുന്നതായിട്ടാണ് നമ്മൾ ഈ ഒരു സിറ്റി സെന്റേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അവരുടെ ആ ഒരു ഫീച്ചറായിട്ട് നമുക്ക് അടയാളപ്പെടുത്താനായിട്ട് സാധിക്കും. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് സബ് ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ഓഫ് ഓവർസീസ് ട്രേഡ് ആണ്. അതായത് ഇന്ത്യയുടെ ഓവർസീസ് ട്രേഡ്, ആ ഒരു കടൽ മാർഗമുള്ള ഒരു ട്രേഡിന്റെ ഒക്കെ വികാസം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇംഗ്ലീഷ് ട്രേഡ് എക്സ്പാൻഡഡ് സിഗ്നിഫിക്കന്റ്ലി ഫ്രം ദ ലേറ്റ് 17th to late 18th century. 17ാം നൂറ്റാണ്ട് അവസാനം ആ ഒരു ദശകങ്ങളിൽ നിന്ന് 18ാം നൂറ്റാണ്ട് അവസാന ദശകങ്ങളിലേക്കുള്ള ആ ഒരു മാറ്റം, ആ സെഞ്ചുറി, ആ ഒരു വർഷങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ട്രേഡ് എക്സ്പാൻഡ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ട്രേഡിന്റെ ഇമ്പോർട്ടന്റ് സെന്റർ ആയിട്ട് ബംഗാൾ മാറുന്നുണ്ട്. ബംഗാൾ ബിക്കം ദ പ്രൈമറി സെന്റർ ഓഫ് ഇംഗ്ലീഷ് ട്രേഡ്. അതിന്റെ ഒപ്പം തന്നെ മാസീവ് ഇൻഫ്ലക്സ് ഓഫ് ബുള്ളിയൻ ഫ്രം യൂറോപ്പ് ടു ഇന്ത്യ. അതായത് 18th സെഞ്ചുറിയിൽ ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഇമ്പോർട്ടന്റ് കോളനിയായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ആ ഒരു ട്രേഡിന് ഫലമായിട്ട് ഇന്ത്യയിലേക്ക് ഒരുപാട് ബുള്ളിയൻ, ഒരുപാട് സ്വർണ്ണ കട്ടുകളും വെള്ളി, സിൽവർ കട്ടുകളും ഒക്കെ അതിന്റെ ആ ഒരു വരവ് ഈ ഒരു സമയത്ത് നടക്കും. ട്രേഡ് എക്സ്പാൻഷൻസ് ലൈക്ലി ഹാഡ് പോസിറ്റീവ് എഫക്ട്സ് ഓൺ ഇൻകം, ഔട്ട്പുട്ട് ആൻഡ് എംപ്ലോയ്മെന്റ്. ഇൻകം എടുത്തു നോക്കിയാലും ഔട്ട്പുട്ട്, പ്രൊഡക്ഷൻ എടുത്തു നോക്കിയാലും എംപ്ലോയ്മെന്റ് എടുത്തു നോക്കിയാലും ഒക്കെ ട്രേഡിന്റെ എക്സ്പാൻഷനിൽ നല്ല എഫക്റ്റുകളാണ് ഈ ട്രേഡിന്റെ, ഇംഗ്ലീഷ് ട്രേഡിന്റെ വികസനം കൊണ്ടുവന്നത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. The company aimed to maximize revenue, secure trading privileges and maintain armed forces. കമ്പനിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന നികുതി എന്ന് പറയുന്നത് മാക്സിമം ആക്കുക എന്നുള്ളതും ട്രേഡ് ചെയ്യാനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രിവിലേജസ്, ടാക്സ് കൊടുക്കാതിരിക്കുക, അത്തരത്തിലുള്ള കുറച്ച് നേട്ടങ്ങൾ, പ്രിവിലേജസ് നേടിയെടുക്കുക എന്നുള്ളതും പിന്നെ അവരുടെ ആ ഒരു ഇടപാടുകൾക്കെല്ലാം ആവശ്യമായിട്ട് ഒരു മിലിറ്ററി സ്ഥാപിക്കുക എന്നുള്ളതുമായിരുന്നു അവരുടെ എയിം എന്ന് പറയുന്നത്. The company initially adopted a non-interventionist approach. നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തതാണ്. കമ്പനി ആദ്യം ഒരു വ്യവസായ സ്ഥാപനമായിരുന്നു. ആ ഒരു സമയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഇടപെടാതെ ഇരുന്നിട്ടുള്ള ഒരു സമയം കൂടിയായിരുന്നു. അപ്പൊ ആ ഒരു കാലഘട്ടത്തെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് നോൺ ഇന്റർവെൻഷനിസ്റ്റ് അപ്രോച്ച് എന്നുള്ള ഒരു ടേം കൊണ്ടാണ്. Regional economies continue to be strong with some experiencing growth and other facing challenges. ഈ ഇംഗ്ലീഷ് ട്രേഡ് വന്നതിന് ശേഷം റീജിയണൽ എക്കോണമീസ് സ്ട്രോങ് ആയിട്ട് തന്നെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ചില വെല്ലുവിളികൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും ചിലയിടങ്ങളിൽ നല്ല ഗ്രോത്തും കാണാനായിട്ട് സാധിക്കും. അതിന്റെ ഒപ്പം തന്നെ കമ്പനീസ് റൂൾ, ഈ ഒരു ഇംഗ്ലീഷ് ട്രേഡ് വന്നതിന് ശേഷം ഇത് ക്രിയേറ്റഡ് ന്യൂ കമേഴ്ഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻഡിജിനസ് ഓൺട്രപ്രണേഴ്സ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഓൺട്രപ്രണേഴ്സിന്, വ്യവസായികൾക്കെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസും പുതിയ പുതിയ അവസരങ്ങളും ഒക്കെ ഈ ഒരു കമ്പനിയുടെ ഭരണം തുറന്നു കൊടുക്കുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ബ്രിട്ടീഷ് എംപയർസ് ഗ്രോത്ത് included a combination of conquest and co-option of existing systems. ഇംഗ്ലീഷ് ആ ഒരു ട്രേഡ് എടുത്തു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭരണം, എംപയറിന്റെ ഭരണം എടുത്തു നോക്കുകയാണെങ്കിൽ അത്
കോൺക്വസ്റ്റിന്റെ പിടിച്ചടക്കലുകളുടെയും അതിന്റെ ഒപ്പം തന്നെ ഓൾറെഡി ഇന്ത്യയിൽ നിലനിന്ന് പോകുന്ന സിസ്റ്റംസ് ഒക്കെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ഭരണ വ്യവസ്ഥയുടെയും കോമ്പിനേഷൻ ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഇത് ഇന്ത്യൻ ഇക്കോണമി ലേറ്റ് 18th സെഞ്ചുറിയുടെ അവസാന കാലഘട്ടങ്ങളിലേക്ക് നമ്മളെ തന്നെ എടുത്ത് മാറ്റി വെക്കുകയാണ്. എമർജിംഗ് ഡിഫറൻസസ്, ഈ ഒരു കാലത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ, ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. കമ്പനീസ് മെർക്കന്റലിസം പ്രയോറിറ്റൈസ് യൂറോപ്യൻ ഇൻട്രസ്റ്റ്. നമുക്കറിയാവുന്ന കാര്യമാണ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യവസായം എന്ന് പറയുന്നത് അവരുടെ ഇൻട്രസ്റ്റുകളുടെ, അവരുടെ താല്പര്യങ്ങളെ മാത്രം അതിന് മാത്രം മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു വ്യവസായ രീതിയായിരുന്നു. പെർമനന്റ് സെറ്റിൽമെന്റ് ലെറ്റ് ടു ഇൻക്രീസ് ലാൻഡ് പ്രൈസസ് ആൻഡ് ക്യാഷ് ബേസ്ഡ് റവന്യൂ കളക്ഷൻ. ഇവർ പെർമനന്റ് സെറ്റിൽമെന്റ് പോലുള്ള ഒരുപാട് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ്സ് കൊണ്ടുവരുന്നുണ്ട്. അതെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇവിടെ കാരണമായിട്ടുണ്ട്. ലാൻഡിന്റെ പ്രൈസുകൾ കൂടുകയും ലാൻഡ് റവന്യൂ കളക്ഷൻ ക്യാഷ് ബേസ്ഡ് ആക്കുകയും അതിനെ തുടർന്ന് സാധാരണക്കാരായിട്ടുള്ള കർഷകർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. The early colonial regime had varying impacts on different regions and social groups. കോളനി ഭരണത്തിന്റെ ഇമ്പാക്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ഒരേപോലെയല്ല. ഓരോ റീജിയൻസിനും ഓരോ രീതിയിലുള്ള, ഓരോ സോഷ്യൽ ഗ്രൂപ്പ്സിനും ഓരോ രീതിയിലുള്ള ഇമ്പാക്ട്സ് ആണ് കോളനി ഭരണം കാരണം ഉണ്ടായിട്ടുള്ളത്. ഇനി ബംഗാളിന്റെ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു കേസ് സ്റ്റഡി എടുത്ത് നോക്കുകയാണെങ്കിൽ ബംഗാളിന്റെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് മിക്സഡ് ആയിരുന്നു. അതിന്റെ ഇമ്പാക്ട് മിക്സഡ് ആയിരുന്നു. ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ നല്ല രീതിയിലുള്ള ഗ്രോത്തും ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇനി സൗത്ത് ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ സൗത്ത് ഇന്ത്യയില് ലാൻഡ് സെറ്റിൽമെന്റ്സിന്റെ ഒക്കെ ഫലമായിട്ട് മിറാസ് ദാസ്, അതായത് പെസന്റ് പ്രൊപ്പറൈറ്റേഴ്സ്, ലാൻഡ് ഉള്ള ഭൂവുടമകളായിട്ടുള്ള ആ പെസൻസിന്റെ പവർ കൂടി വരികയും അതിന്റെ ഒപ്പം തന്നെ അത്രയൊന്നും പൈസ ഇല്ലാത്ത കർഷകർക്കും ആ ഒരു ഗ്രൂപ്പ്സിനും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് അവരെ തള്ളിയിടുകയും ചെയ്യുന്ന ഒരു ഭരണമായിരുന്നു സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആ ഒരു കോളനി ഭരണത്തിന്റെ ഇമ്പാക്ട് ആയിട്ട് വരുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ ഇക്കോണമി ഇൻ നോർത്ത് യൂറോപ്യൻ ട്രേഡ് സൈക്കിൾസ് എന്നുള്ള ഒരു സംഭവം കൂടെ നടക്കുന്നുണ്ട്. അതായത് യൂറോപ്യൻ ട്രേഡ് നെറ്റ്വർക്സുമായിട്ട് ഇന്ത്യയുടെ എക്കണോമിയുടെ ഇന്റഗ്രേഷൻ നടക്കുന്നുണ്ട്. അവസാനമായിട്ട് ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കും കൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഡ്രെയിൻ ഓഫ് വെൽത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ദാദാഭായ് നവറോജി ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡ്രെയിൻ ഓഫ് വെൽത്ത് പറയുന്ന അനുസരിച്ച് കോളനി ഭരണത്തിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ സമ്പത്ത് ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്, ചോർന്നൊലിച്ചു പോവുകയാണ് ചെയ്യുന്നത് എന്നാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്നുള്ള ഒരു തിയറി പറയുന്നത്. ഡ്രെയിൻ ഓഫ് വെൽത്ത് ത്രൂ ട്രിബ്യൂട്ട് പേയ്മെന്റ്സ് ആൻഡ് പ്രൈവറ്റ് റെമിറ്റൻസസ്, അതായത് ബ്രിട്ടീഷുകാർക്ക് നികുതിയായിട്ട് കൊടുക്കുന്ന പേയ്മെന്റ്സിലൂടെയും ഹോം ചാർജസ്, ബ്രിട്ടീഷുകാരുടെ ഇവിടത്തെ ഭരണത്തിന് നമ്മൾ തന്നെ പൈസ കൊടുക്കണമായിരുന്നു. അവര് ഇന്ത്യയിൽ ചെയ്യുന്ന ഭരണത്തിന്റെ ഒക്കെയുള്ള അതിന്റെ ചെലവുകൾക്കെല്ലാം അതിന്റെയൊക്കെ ഭാരം വഹിച്ചത് ഇന്ത്യക്കാർ തന്നെയാണ്. പിന്നെ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള റെമിറ്റൻസസും ഫീസും കാര്യങ്ങളും ഹോം ചാർജസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഘടകങ്ങളുടെ ഫലമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് വെൽത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. 18th സെഞ്ചുറി ആകുമ്പോഴേക്കും കോളനി ഭരണം കൊണ്ടുവന്നിട്ടുള്ള സ്റ്റാർക്ക് റിയാലിറ്റീസ് ഒക്കെ നമ്മുടെ മുന്നിലേക്ക് തുറന്ന് തരപ്പെടുകയാണ് ചെയ്യുന്നത് ആ ഒരു ലേറ്റ് 18th സെഞ്ചുറി കാലഘട്ടത്തിൽ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. 18th സെഞ്ചുറി എന്നുള്ള ഒറ്റ ആ ഒരു എന്താ പറയുക ടേമിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ പോന്നിട്ടുണ്ടായിരുന്നത്. 18th സെഞ്ചുറിയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ഡിഫറെന്റ് ഡിബേറ്റ്സ് എന്തൊക്കെയാണ്, കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിലൂടെ വന്നിട്ടുള്ള ഇക്കണോമിക് ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്, ഇക്കണോമിക് ക്രൈസിസുകൾ ഏതൊക്കെയാണ്, അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഈ ഒരു ചാപ്റ്ററും ഇതിന് ശേഷം വരുന്ന ചാപ്റ്ററും ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വെക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതിന് ഒന്നും കൂടെ എന്താ പറയാ ബേസ് കൊടുക്കുന്ന ഡിഫറെന്റ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സമ്മറിയും കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ദ മുഗൾ എംപയർ വീക്കെൻഡ് ലീഡിംഗ് ടു റീജിയണൽ പവേഴ്സ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്, മുഗൾ എംപയർ ഇല്ലാതാവുകയും റീജിയണൽ പവേഴ്സ് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഹിസ്റ്റോറിയൻസ് ഹാവ് ഡിഫറെന്റ് പെർസ്പെക്ടീവ്സ് ഓൺ ദ ഇമ്പാക്ട് ഓഫ് മുഗൾ ഡിക്ലൈൻ. മുഗൾസിന്റെ ഡിക്ലൈൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ടിനെ ചൊല്ലി ഒരുപാട് ഡിസ്കഷൻസും ഡിബേറ്റ്സും ആർഗ്യുമെന്റ്സും തീസിസുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സം ഹിസ്റ്റോറിയൻസ് ആർഗ്യൂ ദാറ്റ് ദ ഡിക്ലൈൻ ലെഡ് ടു കയോസ് ആൻഡ് അൺകൺട്രോൾ. ചില ഹിസ്റ്റോറിയൻസ് ആർഗ്യൂ ചെയ്യുന്നത് മുഗൾ എംപയറിന്റെ ഡിക്ലൈനിന് ശേഷം ഇവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും എന്താ പറയാ അനാർക്കിയും ഒരു വ്യവസ്ഥയില്ലാത്ത അവസ്ഥയും ഭയങ്കര എന്താ പറയാ ഒരു വ്യവസ്ഥയില്ലാത്ത അവസ്ഥയും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് കുറച്ച് ഹിസ്റ്റോറിയൻസ് പറയുന്നത്.
എന്നാൽ മറ്റു ചില ഹിസ്റ്റോറിയൻസ് പറയുന്നത് റീജിയണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാവുകയും ഇക്കണോമിക് എക്സ്പാൻഷൻ തുടർന്നു പോവുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗെയിൻഡ് പൊളിറ്റിക്കൽ പവർ. ഈ ഒരു സമയത്ത് തന്നെ, ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു പൊളിറ്റിക്കൽ പവർ ആയിട്ട് മാറുന്നുണ്ട്. 1757 പ്ലാസി യുദ്ധം ഒക്കെ അതിന്റെ ഒരു ഉദാഹരണമാണല്ലോ. Early British rule did not substantially disrupt the economy but introduced significant changes and financial growth. ഇനി ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഭരണം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏർലി ബ്രിട്ടീഷ് റൂൾ, ഘട്ടങ്ങളിലെ ബ്രിട്ടീഷ് റൂൾ ഡിഡ് നോട്ട് സബ്സ്റ്റാൻഷ്യലി ഡിസ്റ്റർബ് ഇക്കോണമിയെ വലിയ രീതിയിൽ തകർത്തുകൊണ്ടുള്ള ഒരു ഭരണം ഒന്നും ആയിരുന്നില്ല. എന്നാൽ ദേ ഇൻട്രൊഡ്യൂസ് സിഗ്നിഫിക്കന്റ് ചേഞ്ചസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ആ മാറ്റങ്ങളെ തുടർന്നുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഇന്ത്യക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുമുണ്ട്. അപ്പൊ ഇതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ മൊത്തത്തിലുള്ള സമ്മറി ആയിട്ട് വരുന്നത്. ഈ ഒരു ക്ലാസ് എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം എൻജോയ് ചെയ്താണല്ലോ നമ്മൾ പഠിക്കേണ്ടത്. ഇക്കണോമിക് ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ ഒരു ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ സംഭവങ്ങളെ കുറിച്ച് പഠിക്കുന്നില്ല. നമ്മള് മാറ്റങ്ങളെ, അതായത് പൊളിറ്റിക്കൽ ആയിട്ട് വരുന്ന മാറ്റങ്ങളെ കുറിച്ചോ എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർസിനെ കുറിച്ചോ, ഇക്കണോമിക് ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ ഒന്നൊന്ന് ഡ്രൈ ആയിട്ട് പോകുന്ന പേപ്പേഴ്സ് ആണ്. അതായത് നമ്മള് എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചൊന്നും പഠിക്കുന്നില്ല. പ്ലാസി യുദ്ധം പോലെയുള്ള അതിലേക്ക് നയിച്ച കാര്യങ്ങൾ, അതിനുശേഷം വന്നിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ നമുക്ക് പലർക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങനെ പലർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഇമ്പോർട്ടന്റ് ഇവന്റ്സിനെ കുറിച്ചൊന്നും നമ്മൾ പഠിക്കുന്നില്ല. അതിനേക്കാൾ ഉപരി നമ്മൾ പഠിക്കുന്നത് ഇക്കണോമിക് സ്ട്രക്ചേഴ്സിനെയാണ്. അപ്പൊ ഇക്കണോമിക് സ്ട്രക്ചേഴ്സിനാണ് ഇവന്റ്സിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ചാപ്റ്റേഴ്സിൽ കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇച്ചിരി ഒന്ന് ഡ്രൈ ആണെങ്കിൽ കൂടെ എൻജോയ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇക്കണോമിക് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹിസ്റ്ററിയുടെ തന്നെ ഒരു നട്ടലായിട്ടുള്ള ഒരു സംഭവമാണ്. പല എന്താ പറയുക ഹിസ്റ്റോറിയൻസും പല ഹിസ്റ്ററി റൈറ്റിംഗ്സിനും ഒക്കെ ഇക്കണോമിക് ഹിസ്റ്ററി ഇല്ലാതെ നിലനിൽക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഹിസ്റ്ററി സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇക്കണോമിക് ഹിസ്റ്ററിയെ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പൊ എല്ലാവരും പഠിച്ചു തുടങ്ങണം, അവസാനത്തേക്ക് വെക്കരുത്. കാരണം ഈ MA കോഴ്സുകൾ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി വെയിറ്റേജ് ഉള്ള, ഇച്ചിരി ടഫ് ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ് പലതും. അപ്പൊ അതൊന്ന് എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അഭിപ്രായങ്ങൾ അറിയിക്കണം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പൊ ടാറ്റ, ബൈ ബൈ.